കോഡിംഗ് അറിയാതെ നമ്മൾക്ക് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നു. അതും സിമ്പിളായിട്ട് നമ്മൾ ChatGPT-നോടൊക്കെ സംസാരിക്കുന്നത് പോലെ ലളിതമായിട്ടുള്ള പ്രോംപ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. എൻ്റെ തന്നെ വേറൊരു കമ്പനി ഉണ്ട്, റെന്യൂഡ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ സോഫ്റ്റ് സ്കില്ലുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം നമ്മളുടെ പുതിയൊരു കോഴ്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പോൾ ആ ഒരു കോഴ്സിന് വേണ്ടി നല്ല കളർഫുൾ ആയിട്ടുള്ള എല്ലാ കണ്ടന്റും ഉള്ള ഒരു ലാൻഡിംഗ് പേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഹാസ് എ ലിമിറ്റ്. നമ്മൾക്ക് പലപ്പോഴും ഓരോ സമയത്ത് ഓരോ റിക്വയർമെൻ്റ് ആണ് വരിക. പിന്നെ നമ്മൾ സോഫ്റ്റ് സ്കില്ലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കോഴ്സിനും ഓരോ ലാൻഡിംഗ് പേജുകൾ, ഓരോ കോഴ്സിനും ആ കോഴ്സിൻ്റെ അതേ രീതിയിലുള്ള ലാൻഡിംഗ് പേജുകൾ നിർമ്മിക്കുമ്പോഴാണ് അതൊന്നുകൂടി അട്രാക്റ്റീവ് ആകുന്നത്. അപ്പം നമ്മൾക്ക് ഓരോ സമയത്ത് ഓരോ റിക്വയർമെൻ്റ് ആണ്. ഇത് പലപ്പോഴും നമ്മൾക്ക് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടീമിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കണം. അപ്പം ആ സമയത്താണ് നമ്മൾ ഈ ഒരു രീതി അവലംബിക്കുന്നത്. അതായത് AI വെച്ചിട്ട് നമ്മളൊരു കംപ്ലീറ്റ് ലാൻഡിംഗ് പേജ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഓരോന്നായിട്ട് മനസ്സിലാക്കാം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന ടൂള് എന്ന് പറയുന്നത് ക്ലൗഡ് ഡിസൈൻ എന്നുള്ള പുതിയൊരു ക്ലൗഡ് ഡിസൈൻ റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ക്ലൗഡ് ഡിസൈനിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിവിടെ ക്രോമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ക്ലൗഡ് ഡിസൈന് നമുക്ക് കോവർക്ക്, അതായത് നമ്മുടെ ആപ്പിൽ നിലവിൽ ഇത് ലഭ്യമല്ല. മാക്കിൽ എനിക്ക് തോന്നുന്നു വിൻഡോസിൽ ഇത് കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ക്ലൗഡ് ഡിസൈനിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെബ്സൈറ്റ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രോട്ടോടൈപ്പുകൾ, സ്ലൈഡുകൾ, ഡോക്യുമെൻറ്റുകൾ, വയർ ഫ്രെയിമുകൾ, ആനിമേഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് കമ്പനിക്ക് വേണ്ട പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൽ നിർമ്മിക്കുന്ന ഏതും നമുക്ക് അടുത്തൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ക്യാൻവയിലേക്ക് നിങ്ങൾ ഇതിലൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്താൽ അത് നിങ്ങൾക്ക് ക്യാൻവയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ടീമാണെങ്കിൽ, നിങ്ങൾ സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ക്ലൗഡ് ഡിസൈൻ വെച്ചിട്ട് പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള പോസ്റ്റേഴ്സും കിട്ടും. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഓരോ പ്ലാറ്റ്ഫോമിലേക്കും, അതായത് ഫേസ്ബുക്കിൽ തന്നെ റീലിലേക്ക് ഒരു സൈസുള്ള പോസ്റ്റർ വേണം. 1080 1920 പിക്സൽ, 1080 1350 1:1 ആ ഒരു റേഷ്യോ, അങ്ങനെ പല റേഷ്യോ ഉള്ള പോസ്റ്റേഴ്സ് നമുക്ക് സ്പോൺസർ ആയിട്ട് വേണ്ടി വരും. അപ്പം ഈ ക്ലൗഡ് ഡിസൈനിന് വെച്ചിട്ട് ഇതിന് കാര്യം പറഞ്ഞു കൊടുത്താൽ ഇത് എല്ലാം എന്ത് ചെയ്യും, നിർമ്മിക്കും. അപ്പം നമ്മളിവിടെ പ്രോട്ടോടൈപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം, പ്രോംപ്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പഴയ ലാൻഡിംഗ് പേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതൊന്ന് അലൈൻ ചെയ്യട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓൾറെഡി ഉള്ള വെബ്സൈറ്റിൻ്റെ ലാൻഡിംഗ് പേജ്. അപ്പം നമുക്ക് ഇവിടെ ചെറിയൊരു ഇൻഫർമേഷൻസ് ഉള്ളൂ കൊടുത്തിട്ട്, പക്ഷേ സ്റ്റിൽ ഒരു കസ്റ്റമർക്ക് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ്ട്രാ കാര്യങ്ങൾ അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് സെപ്പറേറ്റ് ലാൻഡിംഗ് പേജ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ ഓരോന്നായിട്ട് ചെയ്യാണ്. ഞാൻ ചെക്ക് ലിസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ചെക്ക് ലിസ്റ്റ് നോക്കണം. എൻ്റെ കീപ്പിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, വെബ്സൈറ്റ്. ഓക്കെ, ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആഡ് കോഡ്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളിതിന് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. യു ഹാവ് ടു ബിൽഡ് എ വെബ്സൈറ്റ് ഫോർ മീ, ബിൽഡ് എ ന്യൂ ലാൻഡിംഗ് പേജ് ഫോർ മീ. Okay, this is our current landing page. I need a new one. I need a new one. Okay, അപ്പോൾ ഇനി കറണ്ട് ലാൻഡിംഗ് പേജിൻ്റെ ലിങ്ക് ഞാനിവിടെ കോപ്പി ചെയ്യണം. ഇതിൻ്റെ ലാൻഡിംഗ് പേജിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തു, ഞാനിവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് ഇതിന് കൊടുക്കണം. അതായത് ഒന്ന്, നമ്മളുടെ ഒരു മോഡൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ നമ്മുടെ വേറൊരു കോഴ്സാണ്, ഡിസ്കവർ ദ ഡയമണ്ട് ഇൻ യു. അത് നമ്മളെ കണ്ടെത്താൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സും ഇതേപോലെ ഇത്തരത്തിലുള്ള AI വെച്ചിട്ട് ക്ലൗഡ് ഡിസൈൻ വെച്ച് ചെയ്ത ലാൻഡിംഗ് പേജാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു മനോഹാരിത. അപ്പം ഞാൻ ഏകദേശം ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുകയാണ്. I am attaching a reference and of my another landing page.
ലാൻഡിങ് പേജ്, അതായത് നമ്മുടെ അനദർ ലാൻഡിങ് പേജ് എൻ്റെ റെഫറൻസ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ അടുത്തൊരു പോയിന്റ് പറയുന്നത് യു ക്യാൻ ടേക്ക്, അതായത് നിങ്ങൾക്ക് വേണ്ട ഇപ്പോൾ സോഷ്യൽ മീഡിയ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുക എന്നുള്ളതും പറയാം. യു ക്യാൻ ടേക്ക് ദ ജനറൽ തിങ്സ് ഫ്രം ദിസ് പേജ്, ഫ്രം ദിസ് ലാൻഡിങ് പേജ്. This is our landing page. This is our another course landing page. Okay, അത് കൊടുത്തു. ഇനി നമ്മൾക്ക് ഇതിലേക്കൊരു ഇൻട്രോ വീഡിയോ, അതായത് നമ്മൾ ആ കോഴ്സിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബോ വിമിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വിമിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സിൻ്റെ ഇൻട്രോ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തു. കോപ്പി എടുത്ത ലിങ്ക്. ഓക്കെ, I have attached the course intro video here. Okay, അപ്പോൾ ഞാൻ കോഴ്സിൻ്റെ ഇൻട്രോ വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ഔട്ട്ലൈൻ കൊടുക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മളുടെ കോഴ്സിൻ്റെ എസെൻസ് കൃത്യമായിട്ട് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാനിവിടെ renewed courses, communication skills എന്നുള്ള എൻ്റയർ കോഴ്സിൻ്റെ വീഡിയോസ് ഇവിടെ സെപ്പറേറ്റ് ഫോൾഡറിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ആ കോഴ്സിൽ വരുന്ന വീഡിയോസ് മുഴുവൻ ഈ ഒരു ഫോൾഡറിലുണ്ട്. ഇനി നമ്മൾ കണക്ട് ചെയ്യാണ്, ഈ ഒരു ഫോൾഡറിനെ ഇവിടെ അറ്റാച്ച് ചെയ്യാണ്. അതാണ് ക്ലൗഡ് ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾക്ക് നമ്മുടെ സിസ്റ്റത്തിലെ ഫോൾഡറുമായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അറ്റാച്ച് ഫോൾഡർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് ഡെസ്ക് ടോപ്പിൽ റിന്യൂഡ് കോഴ്സസ് കൊടുത്തു. ശേഷം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ള ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു, അലോ കൊടുത്തു. എന്നിട്ട് ഞാൻ പറയാണ് ഐ ഹാവ് അറ്റാച്ച്ഡ് എ ഫോൾഡർ where you can find the course there. So you can take the inputs from the videos and you are going to get an idea. You're going to get an idea what is this course is. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ നോർമലി ഒരു വെബ്സൈറ്റിൻ്റെ കണ്ടന്റുകൾ, ഡിസ്ക്രിപ്ഷൻസ്, അതേപോലെ അതിലുള്ള MCQ, FAQ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു കണ്ടന്റ് റൈറ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു കോഴ്സ് ഇരുന്ന് കാണണം. അങ്ങനെ ഒരുപാട് പണിയെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഫോൾഡർ കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോൾഡർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഇവർ നിർമ്മിച്ച് തരിക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ കോഴ്സിൻ്റെ ഇൻട്രോ വീഡിയോ കൊടുത്തു, റെഫറൻസ് വെബ്സൈറ്റ് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു കോഴ്സിൻ്റെ മെൻറ്ററുടെ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ കൊടുക്കണം. ഐ ആം ഓൾസോ അറ്റാച്ചിങ് ദ ട്രെയിനർ ഡിസ്ക്രിപ്ഷൻ ഓൾസോ. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി മറ്റൊരു ഫോൾഡറിൽ ജനറൽ തിങ്സ് എന്നുള്ളതുണ്ട്. ജനറൽ ഡോക്സ് എന്നുള്ളതിൽ നമ്മളുടെ പാർട്ട്ണറുടെ ഒരു ബയോഗ്രഫിൻ്റെ ഒരു ഫയലുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ഡോക്യുമെൻ്റ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തന്നെ ആ ഒരു ഡോക്യുമെൻറ്റിൽ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ട്രെയിനറെ കുറിച്ച് കൊടുക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഡീറ്റെയിൽസ് ഒക്കെ അതൊന്ന് പിക്ക് ചെയ്ത് തരും. അപ്പോൾ അതും നമ്മൾ അഡീഷണൽ കൊടുക്കണ്ട. അപ്പോൾ ഞാൻ അറ്റാച്ച് ഫയൽസിൽ പോയിട്ട് വീണ്ടും ദ സെയിം രീതിയിൽ റിന്യൂഡ് കോഴ്സസിൽ പോയി, ശേഷം ജനറൽ ഡോക്സിൽ പോയിട്ട് പ്രൊഫഷണൽ ബയോഗ്രഫി അറ്റാച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഫഷണൽ ബയോഗ്രഫി നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐ എം ഓൾസോ അറ്റാച്ചിങ് ദ ട്രെയിനർ ഡിസ്ക്രിപ്ഷൻ ഓൾസോ. സോ യു ക്യാൻ ടേക്ക് ഓൾ ദ തിങ്സ് റിലേറ്റഡ് ടു ദ കോഴ്സ് ആൻഡ് ദ ട്രെയിനർ. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു പ്രത്യേകത നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ
നമ്മൾക്ക് SEOനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാം. അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അവരുടെ വെബ്സൈറ്റുകൾ റെഫറൻസ് ആയിട്ട് കൊടുക്കാം. ദീസ് ആർ മൈ കോമ്പറ്റീറ്റേഴ്സ്. ഞാൻ ഈ ഒരു രീതിയിൽ വേറൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻ്റയർ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റുകൾ ഇവിടെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ പ്രോംപ്റ്റിൽ പറയാം ഇത് എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആണ്, ഇവരുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് ആ ഒരു SEO ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് നീ ഈ ഒരു വെബ്സൈറ്റിൽ കൊടുക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി എന്ത് ചോദിച്ചാൽ ഒരു SEO ചെയ്യുന്ന ആളുടെ പണി ഏകദേശം ചെറിയ രീതിയിലൊക്കെ അല്ലെങ്കിൽ ഹെവി രീതിയിലുള്ള SEO ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണ് നമ്മൾക്ക് എന്ത് ചെയ്യുക ചെയ്തു തരിക. അപ്പം ഞാനിവിടെ പറയണേ ആൻഡ് ദ ട്രെയിനർ ഓക്കെ മേക്ക് ഷുവർ ടു യൂസ് SEO based content so our website should come in first when someone search for communication skills in Kerala. ഓക്കെ നമ്മൾ അതും ചെയ്തിട്ടുണ്ട്, അതായത് SEO കൂടി നമ്മൾ അതിൽ സ്റ്റെഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ മാക്സിമം നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മാക്സിമം പ്രോംപ്റ്റിങ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ക്ലോഡ് പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ ക്രെഡിറ്റ് ലിമിറ്റ്സ് ഉണ്ട്. അപ്പം മാക്സിമം ഒന്നാമത്തെ പ്രോംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഐറ്ററേഷൻ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത ശേഷം നമുക്ക് സ്റ്റിൽ വി നീഡ് സം ഇംപ്രൂവ്മെൻറ്റ്, വി നീഡ് ടു മേക്ക് സെയിം ചേഞ്ചസ്. അതും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വേണ്ടത് നമ്മളുടെ ട്രെയിനറിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്യണം. അതായത് ഈ ഒരു കോഴ്സിൽ ട്രെയിനറിൻ്റെ പിക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഉപയോഗിക്കാം. അപ്പം ഞാൻ ആ ഒരു പിക്ചേഴ്സ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നിങ്ങൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇമേജുകളുടെ ക്വാളിറ്റി കുറച്ചിട്ട് അറ്റാച്ച് ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഫോണിലൊക്കെ തുറക്കുന്ന സമയത്ത് നെറ്റ് കുറവാണെങ്കിൽ വെബ്സൈറ്റ് ലോഡ് ആവാൻ സമയമെടുക്കും. അത് നമ്മളുടെ ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന ഡെവലപ്പർ തന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. മാക്സിമം നമ്മുടെ ഇമേജ് ക്വാളിറ്റി മാക്സിമം കുറച്ചിട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പ് കുറക്കാതെ ചെയ്തിട്ട് ആ വെബ്സൈറ്റ് ലോഡ് ആവാൻ സമയം എടുക്കുന്നുണ്ട്. ഐ ആം ഓൾസോ അറ്റാച്ചിങ് ദ ട്രെയിനർ പിക്ചേഴ്സ്. So if you need you can use it. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലോഡ് ഡിസൈനിനെ ചോയ്സ് കൊടുക്കാം. നിനക്ക് വേണമെങ്കിൽ നിനക്ക് ഉപയോഗിക്കാം. if you need you can use it. Okay, you can use it. അപ്പം ഞാനത് ആ ഒരു ഫയല് നമ്മുടെ ക്യാമറയിൽ എടുത്ത പിക്ചേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഞാൻ ക്യാൻവ ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിനി ആ ഒരു പിക്ചേഴ്സ് അറ്റാച്ച് ഫയൽസ് അത് ഞാൻ ഡൗൺലോഡ്സിൽ ഇവിടെ ഇതെല്ലാം ഓക്കെ നമ്മൾ ഈ ഒരു 2 പിക്ചേഴ്സും നമ്മൾ എന്ത് ചെയ്തു ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇമേജ് അറ്റാച്ച് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി അറ്റാച്ച് ചെയ്തു. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ലാൻഡിങ് പേജിൽ വേണ്ടതാണ് മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക്. ആളുകൾക്കൊരു നമ്മുടെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മറ്റ് ആളുകൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനറെ കുറിച്ചിട്ടോ പറഞ്ഞിട്ടുള്ള റിവ്യൂസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി കുറേ റിവ്യൂസ്, അതായത് നമുക്ക് വരുന്ന റിവ്യൂസൊക്കെ ഞാനിവിടെ ഒരു ഫോൾഡറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ റിവ്യൂസ് ഇപ്പോൾ ഉണ്ടോ ആ ഒരു ഫോൾഡറിൽ ഇവരെ കുറിച്ച് പറയുന്ന റിവ്യൂസൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ പറയാണ് ഐ ആം ഓൾസോ അറ്റാച്ച്ഡ് another file about the reviews about the trainer. So you can use that reviews in the website. പക്ഷേ ഇവിടെ വേറൊരു കാര്യം, ഞാൻ പ്രീവിയസ് വെബ്സൈറ്റ് നിർമ്മിച്ചപ്പോൾ അവർ സ്റ്റാറ്റിക് ആയിട്ടുള്ള റിവ്യൂസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന റിവ്യൂസ് വേണം. അപ്പം ഞാൻ അതുകൂടി ഇവിടെ പറയുന്നുണ്ട്. മേക്ക് ഷുവർ ദ റിവ്യൂ സ്റ്റൈൽ ഷുഡ് ബി ഗോയിങ് ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ, ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മൾക്ക് അറിയുന്ന രീതിയിലുള്ള ഇംഗ്ലീഷിൽ കൊടുത്താൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ഫയൽസിൽ പോയിട്ട് വീണ്ടും ഡെസ്ക്ടോപ്പിൽ റെന്യൂഡ് കോഴ്സസിൽ ജനറൽ തിങ്സ് എന്നുണ്ടാവും, ജനറൽ ഡോക്സിൽ പോയിട്ട് റിവ്യൂസ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ആഡ് ചെയ്തു. ഓക്കെ, റിവ്യൂസ് ആഡ് ചെയ്തു. റൈറ്റ്. ഓക്കെ, ആൻഡ് ഓൾസോ
attached our social media links also. ഓക്കെ, നമ്മുടെ ചാനലിൻ്റെ സോഷ്യൽ മീഡിയ ലിങ്ക്സുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ലോഗോ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയേണ്ടത് ഓൾസോ അറ്റാച്ച്ഡ് എ ലോഗോ. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഈ പ്രോംപ്റ്റ് കൊടുക്കാതെ തന്നെ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും ഇത് ലോഗോ ആണ് എന്നുള്ളത്. എന്നാൽ പോലും നമുക്ക് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ക്രെഡിറ്റ്സ് ലിമിറ്റ്സ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ പോകുന്നത്. ഓക്കെ, ജനറൽ ഡോക്സിൽ ലോഗോ ഉണ്ട്, ലോഗോ ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ചെക്ക് ലിസ്റ്റ് നോക്കുകയാണ്, ഏതെങ്കിലും കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. ഇൻട്രോ വീഡിയോ ആഡ് ചെയ്തു, കോഡ് ആഡ് ചെയ്യേണ്ടത്. അതായത് ഇത് നമ്മളുടെ ഗൂഗിൾ ടാഗ്സും അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ എന്താണ് ഇതിന് എനിക്ക് പേരറിയില്ല. അതായത് നമ്മൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ആളുകൾ എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഗൂഗിൾ ടാഗ്സിലൊക്കെ കയറി, അതായത് ഗൂഗിൾ അനലിറ്റിക്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ കോഡ് കൂടി നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഐ ആം ഓൾസോ അറ്റാച്ചിങ് ദ ഗൂഗിൾ അനലിറ്റിക്സ് ആൻഡ് മൈക്രോസോഫ്റ്റ് ടെസ്റ്റർ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ആ ഒരു കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ കോഡും ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ആരൊക്കെ കയറിയിട്ടുണ്ട്, അവർ ഏതുവരെ പോകുന്നുണ്ടെന്ന് നമ്മുടെ ടീമിന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടാഗ്സ് കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റോള് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അറ്റാച്ച് ലോഗോ ആഡ് ചെയ്തു, പേയ്മെൻറ്റ് ലിങ്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ആഡ് കറണ്ട് ലാൻഡിംഗ് പേജ് ചെയ്യുന്നത്, അറ്റാച്ച് ഫോൾഡർ ടു ദ കോഴ്സ് അതും ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫ്രണ്ട്ലി, ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ പ്രോംപ്റ്റിൽ കൃത്യമായിട്ട് പറയണം, ദ വെബ്സൈറ്റ് ഷുഡ് ബി മൊബൈൽ ഫ്രണ്ട്ലി, ദ വെബ്സൈറ്റ് ഷുഡ് ബി മൊബൈൽ ഫ്രണ്ട്ലി ആവണം എന്നുള്ളത് എന്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് കോഴ്സ് കണ്ടന്റ് കൊടുത്തു. ഓക്കെ, ഏകദേശം നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പം വി ആർ ഗോയിങ് ടു ബിൽഡ് എൻറ്റയർ വെബ്സൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾക്ക് കുറേ കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു SEO ബേസ്ഡ് കോണ്ടന്റ് ഇത് ചെയ്യും, മെറ്റാ ടാഗ്സ് ഇത് ആഡ് ചെയ്യും, കോമ്പറ്റീറ്റേഴ്സിന് വേണമെങ്കിൽ ഇത് തന്നെ റിസർച്ച് നടത്തിയിട്ട് കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടെത്തും. അത് നമുക്ക് വേണമെങ്കിൽ പ്രോംപ്റ്റ് കൊടുക്കാം, കോമ്പറ്റീറ്റേഴ്സ് ആരാന്ന് നോക്കുക, അവരെക്കാൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു വെബ്സൈറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ടുകൾ എടുക്കണം. നമ്മുടെ കോഴ്സിൻ്റെ ഔട്ട്ലൈൻ ഉണ്ടാക്കണം, ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യണം, ടൈറ്റിൽസ് ഉണ്ടാക്കണം. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇത് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്തു തരും. അപ്പം അതാണ് ഇതിനെ മാനുവലായിട്ട് നമ്മൾ വെബ്സൈറ്റ് വരയ്ക്കുന്നവരെക്കാൾ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വിക്കായിട്ട് കിട്ടും എന്നുള്ളതാണ്. നമുക്കൊരു ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു എൻ്റയർ വെബ്സൈറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ നെക്സ്റ്റ് എൻട്രി കൊടുത്തു. ഓക്കെ, എൻട്രി കൊടുത്തു. ഇനി നിങ്ങൾക്ക് കാണാം വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, സീ ഇറ്റ് ഈസ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അത് പോകുന്നത് കാണും. ഇനി ഇത് നമ്മളോട് ഫർദർ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ഇന്ന കാര്യങ്ങൾ ഇതിൽ കുറവുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇത് നമ്മൾക്ക് വേണ്ട അതേ വെബ്സൈറ്റ് ഇത് കറക്റ്റ് നിർമ്മിച്ചെന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3 മിനിറ്റ് സമയം എടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയതാണ്, റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാണ്. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം അവർ നമ്മളോട് തിരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അതായത് നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസിലുള്ള കുറച്ച് ക്ലാരിറ്റി, അതായത് എവിടേക്കാണ് ഇത് ലാൻഡിംഗ് പേജ്, പർച്ചേസ് ഓപ്ഷൻ എവിടേക്കാണ് കൊടുക്കേണ്ടത്, ഏത് ലാംഗ്വേജിലാണ്, മലയാളം ഇംഗ്ലീഷും മിക്സഡ് ആണോ, മലയാളത്തിൽ മാത്രം വേണോ, പിന്നെ എത്ര ലാൻഡിംഗ് പേജ് വേണം, അതായത് നമുക്ക് ഒറ്റ ലാൻഡിംഗ് പേജ് മാത്രം മതി, അത് 3 പ്രോട്ടോടൈപ്പ് വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാം. 3 പ്രോട്ടോടൈപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രെഡിറ്റ്സ് നമുക്ക് പോകുന്നുള്ളതാണ് നമ്മൾ ഒറ്റ ലാൻഡിംഗ് പേജ് കൊടുത്തത്. വി ഗോട്ട് ദ റിസൾട്ട്. അതായത് നമുക്ക് മാസ്റ്റർ ദ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു ടൈറ്റിൽസും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടി. എൻറോൾ നൗ കൊടുക്കാം. എൻറോൾ നൗ കൊടുക്കുമ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് പോകുന്നുണ്ട്. അത് ഓക്കെ ആണ്. ഇൻട്രോ വീഡിയോ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇൻട്രോ വീഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്.
നമ്മളുടെ ട്രെയിനറുടെ ഒരു ഏകദേശം 20 years ഓഫ് എക്സ്പീരിയൻസ്, 2000 വർക്ക്ഷോപ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഗോസ് യു സൗണ്ട് ലൈക്ക് ദ ഐഡിയസ് യു ഹെർഡ് ദ വേർഡ്സ് ഇസ് ഇൻ ജസ്റ്റ് കം. അതായത് ഇത് പെയിൻ പോയിന്റ്സ് ആണ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പെയിൻ പോയിന്റ്സും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതിൽ റിസൾട്ട് കിട്ടുക എന്നുള്ളതും കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏകദേശം നമ്മുടെ കോഴ്സിന്റെ കരിക്കുലവും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രെയിനറെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഡിസ്ക്രിപ്ഷൻസും ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിവ്യൂസ് കണ്ടോ, അതായത് ആളുകൾ നമ്മുടെ ട്രെയിനറെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ പേര്, അവരുടെ ടൈറ്റിൽ കാര്യങ്ങളായിട്ട് ഇതിങ്ങനെ പോകുന്നുണ്ട്. ഇനി ഇവിടെ താഴെയും എൻറോൾ നൗ ഓപ്ഷൻസ് ഉണ്ട്, ഒരു FAQ ഉണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇതിന് എന്ത് അഡീഷണൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് നമുക്കിത് ഏത് നിലക്കും നമുക്ക് കൊണ്ടുപോകാം. ഇതിനി നമ്മൾ നെക്സ്റ്റ് ഒരു കാര്യം കൂടി, ഇത് മൊബൈൽ ഫ്രണ്ട്ലി ആണോ എന്ന് കൂടി നോക്കാം. അപ്പോൾ ഞാൻ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, വിൻഡോ റീസൈസർ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഐഫോൺ കൊടുത്തിട്ടുണ്ട്. ഐഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മൊബൈൽ ഫ്രണ്ട്ലി ആണോ എന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. വെയിറ്റ്, ഓക്കെ, വിൻഡോ റീസൈസർ കൊടുത്ത് ഐഫോൺ എടുത്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിങ്ങനെയാണ് മൊബൈലിൽ കാണിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതൊക്കെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഫർദർ ഏത് കാര്യവും നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ചെയ്തതിലൊക്കെ എറേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഫേസ്ബുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇൻസ്റ്റഗ്രാം വർക്ക് ചെയ്യുന്നുണ്ടോ, ലോഗോ പ്രോപ്പറാണ്. ഇത് ലോഗോ പ്രോപ്പർ അല്ല, ലോഗോ ഒന്നുകൂടി ഭയങ്കര ചെറുതാണ്. പിന്നെ മലയാളം ഒന്നുകൂടി ആഡ് ചെയ്യണോ. പിന്നെ ഇത് നമ്മുടെ അതേ വെബ്സൈറ്റിൻ്റെ റീപ്ലേസ് ആണ്. അപ്പോൾ അങ്ങനെ ഏതും നിങ്ങൾക്ക് ഇവിടെ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്നുകൂടി ശരിയല്ല, SEO ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യണം, അങ്ങനെ എന്തും നിങ്ങൾക്ക് അഡീഷണൽ പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ക്ലൗഡ് ഡിസൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്ലൗഡ് ഡിസൈനിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ക്ലൗഡ് ഡിസൈൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മൾ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് ചെയ്തത് മുഴുവനും ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇത്തരത്തിലുള്ള ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഡിസ്കവർ ദ ഡയമണ്ട് ഇൻ യു എന്നുണ്ട്. അത് നമ്മളെ തന്നെ കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഒരു വൈബ് കോഡിങ് വഴി ചെയ്തൊരു വെബ്സൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഓരോ സമയത്തും നമ്മൾക്ക് ഓരോ ചേഞ്ചസുകൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതായത് നമ്മുടെ ഹിസ്റ്ററി അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ക്വിക്കായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്യുന്ന വർക്കിംഗ് ഫയലിൽ നമുക്ക് അഡീഷണൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കും. എത്ര കളർഫുൾ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ എന്ത് മാറ്റങ്ങളും നമുക്ക് അഡീഷണൽ പ്രോംപ്റ്റ് കൊടുത്ത് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ക്ലൗഡ് ഡിസൈനിന്റെ പ്രത്യേകത. അതേപോലെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ക്ലൗഡ് ഡിസൈനിന്റെ അതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഒരുപാട് കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, AI പോസ്റ്റർ മേക്കിംഗ്, AI പ്രസന്റേഷൻ മേക്കിംഗ്, അങ്ങനെ ചെറിയ AI ഫോർ ടീച്ചേഴ്സ്. അപ്പോൾ അത് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, യൂട്യൂബ് കമ്മ്യൂണിറ്റി ഉണ്ട്. യൂട്യൂബ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കണം. വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറാം. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ക്ലൗഡ് ഡിസൈൻ ഷീറ്റ് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ഈ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്, വളരെ ക്വിക്കായിട്ട് നമ്മൾ നിർമ്മിച്ചത്. അതായത് നമ്മൾ ഒരു കോണ്ടന്റ് റൈറ്റർ ആവശ്യം ഉണ്ടാവും, ഒരു SEO അനലിസ്റ്റിന് ആവശ്യം ഉണ്ടാവും, ഒരു വെബ്സൈറ്റ് ഡെവലപ്പർ ആവശ്യം ഉണ്ടാവും. ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു ഫുള്ളി പെർഫെക്ഷനിലേക്ക് അല്ല പോകുന്നത്, മറിച്ച് സ്റ്റിൽ നമ്മൾക്ക് ഒരു പരിധി വരെ ഇവരുടെ ഒന്നും ആവശ്യമില്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയുന്നതാണ്, AI വന്നതോടുകൂടി ആളുകൾ തമ്മിലുള്ള അന്തരം വ്യത്യസ്തമായി, അന്തരം കുറഞ്ഞു വന്നു. അതായത് പണ്ട് ഒരു സ്കില്ല് അറിയുന്ന ആള് മുകളിൽ നിൽക്കും, സ്കില്ല് അറിയാത്ത ആള് താഴെ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്കില്ല് അറിയുന്ന ആളും സ്കില്ല് അറിയാത്ത ആളും പ്ലസ് AI ഒപ്പാണ്. അതാണ്, അതായത് AI അറിയുന്ന ആളുകളാണ് ശരിക്ക് AI അറിയാത്ത ആളുകളെക്കാൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിയലിസ്റ്റിക് കമൻറ്റ് താഴെ പറയാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.